സാറേ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു മാവേലിക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? മാവേലിക്കര തെരഞ്ഞെടുപ്പ് വളരെ വാശിയോടും വീറോടും കൂടി മുന്നോട്ട് പോവുക. പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ പൊതുവെ ചെറുപ്പമാണ്. അത് ഏതെങ്കിലും തരത്തിൽ സാധനം ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ ചെറുപ്പക്കാർ മത്സരിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും തന്നെ ബാധിച്ചിട്ടില്ലല്ലോ. നേരത്തെ മത്സരിച്ച ചെറുപ്പക്കാർ ചെതങ്ങാറ സുരേന്ദ്രൻ, RSNൽ എൻ്റെ അതിനൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ആ സമയത്തും ഞാൻ തന്നെ ചെറുപ്പക്കാർ മത്സരിച്ചു, പ്രായം ചെന്നവരും മത്സരിച്ചു. PK രാഘവൻ, ഭാർഗവി തങ്കപ്പൻ, അവരൊക്കെ മുതിർന്ന നേതാക്കൾ. അവരോട് ഞാൻ മത്സരിച്ച് ഞാൻ ജയിച്ചു. അത് നേരത്തെ പറഞ്ഞ RSNലും ചെങ്ങറ സുരേന്ദ്രനും എൻ്റെ അതിനും അവരും ചെറുപ്പക്കാരായിരുന്നു. അവരോട് ഞാൻ മത്സരിച്ചു. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാവേലിക്കരയുടെ എനിക്ക് തോന്നുന്നു മാവേലിക്കരക്കാർക്ക് സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വെറും കൊടിക്കുന്നിൽ എന്ന് മാത്രം പറഞ്ഞാൽ കൃത്യമായി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് സാർ ഈ രീതിയിലൊരു ആർജവം നേടിയെടുക്കാൻ കഴിയുന്നത്? കാരണം ഞാൻ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലായിരിക്കുമ്പോഴും നേരത്തെ അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലായിരുന്നപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല. MP ആകാൻ വേണ്ടി വരിക, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരിക, അല്ലെങ്കിൽ ജനങ്ങൾ അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നടക്കുക. അങ്ങനെ ഒരു സംവിധാനമല്ല എൻ്റെ സമയം ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. അതിശയകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. 24 മണിക്കൂറും ആർക്കും വന്ന് വിളിച്ചുണർത്തി കാര്യങ്ങൾ പറയാം. ഏതാവശ്യം പറഞ്ഞാലും അത് നടപ്പാക്കി കൊടുക്കും. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, കഴിവുണ്ട്. അവർ പറയുന്ന ആവശ്യം എങ്ങനെ ഏത് റൂട്ട് വഴി നടത്തി കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് അപഗാഢമായ ഒരു അറിവ് ഉണ്ട് ഇത്രയും നാളത്തെ അനുഭവത്തിൽ. അതൊക്കെ വരുമ്പോൾ എന്നെ കാണാൻ വരുന്ന ആൾ ഒരിക്കലും നിരാശനായി പോകാറില്ല. എന്നെ കണ്ട് ഒരു ആവശ്യത്തിന് വരുന്ന ആൾ ഒരിക്കലും എന്നെ തെറി പറഞ്ഞിട്ട് പോകാറില്ല. അല്ലെങ്കിൽ രാവിലെ വന്നാൽ ശരി ഞാൻ ചെയ്തേക്കാം, നീ പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. അയാളെ മുന്നിൽ നിർത്തിയിട്ടാണ് അയാൾ പറയുന്ന പ്രശ്നം അയാളെ മുന്നിൽ നിർത്തി ആണ് അയാൾക്ക് അത് ചെയ്ത് കൊടുത്ത് അയാളെ സാറ്റിസ്ഫൈ ചെയ്ത് വിടുന്നത്. മറ്റുള്ളവരെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കാം, അതല്ല എൻ്റെ സ്റ്റൈല്. എൻ്റെ സ്റ്റൈല് നിങ്ങളൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാനത് വിളിക്കേണ്ടവരെല്ലാം വിളിക്കും. ചിലപ്പോൾ ആദ്യം വിളിക്കുന്നവരല്ല അതിൻ്റെ അടുത്ത രണ്ടാമത്, അതല്ല, അത് എവിടെ ചെന്നാണോ അത് അവസാനിക്കുക അതുവരെ വിളിക്കും. അപ്പോൾ വന്നയാൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. ഇനി വന്നയാൾ അത് പറഞ്ഞ കാര്യം നടക്കുന്നില്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തും. ഇന്ന കാരണം കൊണ്ട് നടക്കുന്നില്ല. MP എനിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അത് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടത്തി തരാൻ പറ്റാത്തത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തിയാണ് വിടുന്നത്. അയാൾ എനിക്ക് ശത്രുവായിട്ടല്ല പോകുന്നത്. അയാളെ കാര്യം നടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ആ വരുന്ന ആളിനെ ബോധ്യപ്പെടുത്തി വിടും. അപ്പോൾ അയാൾ എൻ്റെ ഒരു ശത്രുവായിട്ട് ഒരിക്കലും പോകത്തില്ല. അതാണ് എൻ്റെ ജനങ്ങളുമായുള്ള ബന്ധം. അങ്ങനെയുള്ള ബന്ധം എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം. സാറ് പലപ്പോഴും പല ഇടങ്ങളിലും വെച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സാറിനെ. ഈ പല ചെറിയ കാര്യങ്ങൾക്ക് പോലും സാർ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക. MP ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം? 1989 ഞാൻ അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ MP ആയി ചെല്ലുമ്പോൾ അവർ ആദ്യം ഞാൻ ചെന്ന മരണ വീടുകൾ, കല്യാണ വീടുകൾ, മറ്റേ സഞ്ചയന വീടുകൾ, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ അത്ഭുതത്തോടു കൂടിയാണ് എന്നെ നോക്കിയത്. കാരണം അങ്ങനെ ഒരു MP അവർ കണ്ടിട്ടില്ല. അന്നേരം അവർ ചോദിക്കുന്നത് MPക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? ഞങ്ങൾ വിചാരിക്കുന്ന MP മാർ ജയിച്ചു ഡൽഹിയിൽ തന്നെ ഇരിക്കേണ്ടവരാണ്, ഡൽഹിയിൽ അവർക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, അത് മണ്ഡലത്തിൽ വരാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള അങ്ങനെയാണ് ഞങ്ങൾ ധരിച്ചത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സാറ് MP ആയി വന്നപ്പോൾ ഞങ്ങളെ കല്യാണത്തിന് വരുന്നു, മരണത്തിന് വരുന്നു, സഞ്ചയനത്തിന് വരുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു. ഇത് എങ്ങനെ വരുന്നു? MPക്ക് എന്തൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അടൂരിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായി. 89 അതിന് മുമ്പ് ഭാർഗവി തമ്പൻ, കോൺഗ്രസിലെ കുഞ്ഞമ്പു മാഷ്, ഭാർഗവി തമ്പൻ, PK കുടിയൻ, അച്യുതൻ, ഇവരൊക്കെയാണ് MP മാരായി പോയത്. അവർക്ക് ഇലക്ഷൻ ജയിച്ചു പോയിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞത്. അതാണ് മറ്റു പല MP മാർക്കും MLA മാർക്കും അവസാനം ഞാൻ റോൾ മോഡലായി അവർക്ക് മാറി. അവസാനം അവർ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ പോകുന്നത് പോലെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും. കാരണം ഞാൻ ചെല്ലുമ്പോൾ MLA എന്തെങ്കിലും ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ആ ഒരു രീതിയിൽ ജനങ്ങൾക്കിടയിൽ ജനകീയനായി മാറാൻ സാധിക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ സാറ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ. താങ്ക് യു.